ലൈംഗിക പീഡനം, സാമ്പത്തിക ക്രമക്കേട് എന്നീ കേസുകളിൽ പ്രതിയായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഡൽഹി പാട്യാല ഹൗസ് കോടതി തള്ളി. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രസ്റ്റ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ജാമ്യാപേക്ഷ നൽകിയത്. ശ്രീ ശാരദാ പീഠത്തിന്റെ പേരിൽ ചൈതന്യാനന്ദ വ്യാജരേഖ ചമയ്ക്കൽ, ആൾമാറാട്ടം, വഞ്ചന, ക്രിമിനൽ വിശ്വാസവഞ്ചന, പണം വകമാറ്റൽ എന്നിവ നടത്തിയതായാണ് ആരോപണം. 2024 ഡിസംബറിൽ നടത്തിയ പ്രാഥമിക ഓഡിറ്റിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത്. 2010 ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് റിസർച്ച് ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്ന സമാന്തര സംഘടന രൂപീകരിച്ചെന്നും പരാതിയിൽ പറയുന്നു. യഥാർത്ഥ സ്ഥാപനത്തിന്റെ വരുമാനം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പുതിയ ട്രസ്റ്റിലേക്ക് വഴിതിരിച്ചു വിട്ടു. ഏകദേശം 20 കോടി രൂപയുടെ ഫണ്ട് ഈ രീതിയിൽ ദുരുപയോഗം ചെയ്തതായാണ് ശാരദാ പീഠത്തിന്റെ ആരോപണം. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി ചൈതന്യാനന്ദയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ചൈതന്യാനന്ദ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ പിൻവലിച്ചെന്നും മറ്റൊരു പേരിൽ വ്യാജ പാസ്പോർട്ട് സ്വന്തമാക്കിയെന്നും ശേഷം ഒളിവിൽ പോയെന്നും പോലീസും ശൃംഗേരി മഠവും കോടതിയെ അറിയിച്ചു. ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗിക പീഡന പരാതികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾക്ക് പുറമെയാണ് സാമ്പത്തിക കേസ്. ചൈതന്യാനന്ദയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. ഇതിൽ 8 കോടി രൂപയുള്ളതായാണ് വിവരം. ഡൽഹിയിലെ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കുന്ന 17 പെൺകുട്ടികളാണ് അശ്ലീല സന്ദേശങ്ങൾ, കടന്നുപിടിക്കൽ എന്നിവ ആരോപിച്ച് മൊഴി നൽകിയത്. 2006, 2009, 2016 വർഷങ്ങളിലും ലൈംഗിക പീഡനത്തിനും വഞ്ചനയ്ക്കും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ചൈതന്യാനന്ദ രാജ്യം വിടാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. ഡൽഹിയിലും അയൽ സംസ്ഥാനങ്ങളിലും പരിശോധന തുടരുകയാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.